3,80,000 ഒക്കെ ഉയർത്തി കൊടുക്കാൻ സർക്കാരിന്റെ പരിഗണനയിൽ ഈ പാവങ്ങളില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഡയമണ്ട് ജൂബിലി ആഘോഷം പ്രൗഢമായി. നിർധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽ ദാനവും പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 60ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ബാങ്ക് ഭരണസമിതി കേരളത്തിന് തന്നെ മാതൃകയാണ്. ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽ ദാനവും പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം മൂലമാണ് ഇന്ത്യ പുരോഗതിയിലേക്ക് നടന്നുകയറിയതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വീടിന് അർഹമായ 3 കുടുംബങ്ങൾക്കും ആശംസകൾ നേർന്നു. അപ്പോൾ നമുക്കൊരു മാറ്റമുണ്ടാകുമ്പോൾ, പുരോഗതി ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തണം. സമ്പത്ത് എന്ന് പറയുന്നത് അതാണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണമാണ്. ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും ഇംഗ്ലീഷിലെ. സമ്പത്ത് ഉണ്ടായാൽ അത് കൃത്യമായി എല്ലാ കൈകളിലേക്കും എത്തുന്ന തരത്തിലുള്ള അതിൻ്റെ നീതിപൂർവമായ പുനർവിതരണമാണ് യഥാർത്ഥത്തിൽ. ബാങ്ക് നല്ല ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭത്തിൻ്റെ വിഹിതം ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് പ്രധാനം. ഒരുപാട് പ്രതിസന്ധികൾ സഹകരണ മേഖല നേരിടുന്ന ഒരു കാലത്താണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എല്ലാവരെയും വിസ്മയപ്പെടുത്തിക്കൊണ്ട് 400 കോടി രൂപയുടെ ഡിപ്പോസിറ്റും അത്രയും ലോണും എല്ലാമായി ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു ബാങ്ക് നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിന്മേലാണ്. ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ ബാങ്കിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് ബാങ്കുകളിൽ അത് മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തോട് ഗൗരവമായി സമീപിക്കില്ല എന്നുള്ളൊരു പരാതിയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. നിയമസഭയ്ക്കകത്തും പുറത്തും സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ചടങ്ങിൽ നജീബ് കാന്തപുരം എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മനുഷ്യർക്കൊരു ബാങ്ക് എങ്ങനെയാണ് അതിൻ്റെ ഏജൻസിയായി വർക്ക് ചെയ്യുന്നതെന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു നോട്ട് പുസ്തകമാണ് ഈ സർവീസ് ബാങ്ക് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പെരിന്തൽമണ്ണ പരിസര പ്രദേശത്ത് നടത്തിയ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എനിക്കും ബാങ്കിനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കിഡ്നി പേഷ്യൻസിന് സമാശ്വാസം നൽകുന്നു, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സഹായധനം നൽകുന്നു. അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം കണിശമായി പാലിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഒരു ബാങ്ക് വളരെ കൃത്യമായി യാഥാർത്ഥ്യമാക്കി കാണിക്കുന്ന ഒരു സവിശേഷത നമ്മുടെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനുണ്ട്. 26 വർഷം പെരിന്തൽമണ്ണ എം.എൽ.എയും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, IPL താരം വിഘ്നേഷ് പുത്തൂർ, സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാവ് അമാനി എന്നിവരെയും പെരിന്തൽമണ്ണയിലെ ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ആശാവർക്കർമാർക്ക് 3 മാസമായി ശമ്പളം നൽകുന്നില്ലെന്നും സർക്കാരിന്റെ നിബന്ധനകൾക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരികയാണെന്നും സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പോലും ആശാവർക്കർമാർക്ക് സ്ഥാനമില്ലെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ അത് അവർ 10-14 മണിക്കൂർ ജോലി ചെയ്യാണ്. ആ ജോലിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ വേതനം കൊടുക്കുന്നില്ല. ആ 3 മാസം ഓണറേറിയം പോലും കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് നിബന്ധനകളാണ്. ഏതെങ്കിലും ഒരു നിബന്ധന ലംഘിച്ചാൽ ഈ പണം മുഴുവൻ കട്ട് ചെയ്യും. അങ്ങനെ ആ പണം തന്നെ കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ. വലിയ ദുരിതമാണ് പാവങ്ങൾക്ക്. അപ്പോൾ അവരെ സഹായിക്കണം. സർക്കാരിൻ്റെ മുൻഗണനയിൽ അവരൊന്നും ഇല്ല. സർക്കാരിൻ്റെ മുൻഗണനയിൽ PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയൊക്കെ ശമ്പളം 3,80,000 ഒക്കെ ഉയർത്തി കൊടുക്കാൻ സർക്കാരിൻ്റെ പരിഗണനയിൽ ഈ പാവങ്ങളില്ല. അതാണ് നമ്മൾ എപ്പോഴും ചോദിക്കണം, നിങ്ങളുടെ മുൻഗണന എന്താണ്? ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, KPCC സെക്രട്ടറി വി. ബാബുരാജ്, അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം, അരഞ്ഞിക്കൽ ആനന്ദൻ, DCC പ്രസിഡന്റ് VS ചോയ്, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, സഹകരണ സംഘം റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ വി. അബ്ദുൽ നാസർ, നാലകത്ത് ബഷീർ, TK രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
35 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.